ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വെറും സിമ്പിളായിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. അതായത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏത്തക്കായാണ്. അപ്പോൾ ഇപ്പം കാറ്റും മഴയൊക്കെ അല്ലേ ഒടിഞ്ഞു വീണതാണ്. ഇത് അധികം വളഞ്ഞിട്ടില്ലാത്ത ഒരു ഏത്തക്കായാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകാതെ നല്ല വേറിട്ട് ഓരോ കഷ്ണവും വേറിട്ട് കിടക്കുന്ന രീതിയിലാണ് ഞാൻ തോരനാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഒടിഞ്ഞു വീണ കൊലയിൽ നിന്ന് ഞാൻ ഒരു പടല കായാണ് എടുത്തേക്കുന്നത്. അതൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. തൊലി നന്നായിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ തൊലിക്ക് നല്ല ഗുണമുള്ളതല്ലേ. അപ്പം ഒരുപാട് അങ്ങ് തൊലി ചെത്തി കളയേണ്ട, കുറച്ച് മാത്രം ചെത്തി വൃത്തിയാക്കിയാൽ മതി. എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ്. നല്ല കറയാട്ടോ. എന്നിട്ട് ഇത് വെള്ളത്തിലോട്ട് തന്നെ നമുക്ക് അരിഞ്ഞിടാം. അപ്പം നമ്മുടെ കയ്യിൽ അധികം കറയൊന്നും പറ്റത്തില്ല. അപ്പം ഇത് വളരെ ചെറുതായിട്ട്, തോരന് വേണ്ടിയല്ലേ, ഇപ്പോൾ വളരെ ചെറുതായിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ കായെല്ലാം അരിഞ്ഞിട്ട് ഞാൻ വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ കറയെല്ലാം പോകാൻ നല്ലതായിട്ട് കയ്യിൽ കറയാവത്തില്ല. ഇനി നമുക്ക് തോരന് വേണ്ടിയുള്ള തേങ്ങ ചതച്ചെടുക്കാം. അതിനുവേണ്ടി ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 10-15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി കുറച്ച് കൂടുതലിരിക്കുമ്പോൾ നമ്മുടെ തോരൻ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അരിഞ്ഞു പോവുകയോ ചെയ്യരുത്. നമ്മൾ തോരൻ എപ്പോഴും അരയ്ക്കുമ്പം അങ്ങ് അരിഞ്ഞു പോകരുത്. അരിഞ്ഞു പോയി കഴിഞ്ഞാൽ തോരൻ കൊളത്തേയില്ല. ഒന്ന് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടതാണ്. അപ്പം നോക്കിയപ്പോൾ കറണ്ടില്ല. പിന്നെ അത് നേരെ ഇടികളിലോട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. നമുക്കൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ. അപ്പം ഇങ്ങനെ ചതഞ്ഞ് വരുമ്പോഴാണ് തോരൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഒരിക്കലും അരിഞ്ഞു പോകരുത്. അപ്പം ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു പാത്രം ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3-4 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടെന്ന് വെച്ചാൽ ആ വെള്ളം, തേങ്ങയ്ക്കകത്തുള്ള വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങയ്ക്കകത്തെ വെള്ളം നന്നായിട്ട് വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയ്ക്കും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവിയൽ പോലെ ആയിപ്പോവും. അതുകൊണ്ട് അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് അമക്കി വെക്കണം കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് വെക്കുമ്പം നന്നായിട്ട് ആവി കയറി പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം. ഇനി നമുക്ക് വെള്ളമെല്ലാം വറ്റിയെന്ന് നോക്കാം. അപ്പോൾ വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ തുറന്ന് വെച്ച് തന്നെ ഇത് വറ്റിച്ചെടുക്കാം. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് മൂക്കാത്ത കായായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടി കേട്ടോ. അതുകൊണ്ട് ഇനി ഇതിപ്പം വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇനി വേവിച്ചെടുത്താൽ നന്നായിട്ട് കുഴഞ്ഞു പോവും. അത് എനിക്കിങ്ങനെ കുഴയാതെ ഇതേപോലെ ഒന്നൊന്നും തൊടാതെ കിടക്കുന്നതാണ് ഇഷ്ടം. തോരൻ അങ്ങനെ ആവണമല്ലോ. അപ്പം നമുക്ക് ഇതേ തുറന്ന് വെച്ചിട്ട് ആവി വെള്ളമെല്ലാം പോയി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ. നമ്മൾ കുറച്ച് വെള്ളം മാത്രമല്ലേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പം പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ ഏത്തവാഴക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ വേണ്ടി. അപ്പം വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.